വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഇന്ന് ആൽക്കെയിൻസിന്റെ ബാക്കി ഭാഗമാണ്. sp3 ഹൈബ്രിഡൈസേഷൻ ഇൻ ആൽക്കീൻസ്, ഹാലജനേഷൻ ഓഫ് ആൽക്കീൻസ് ആൻഡ് പാരഫിൻ. ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. ഇതിൽ നമുക്ക് sp3 ഹൈബ്രിഡൈസേഷൻ നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാലോജനേഷൻ ഓഫ് ആൽക്കീൻസ് എങ്ങനെയാണ് നോക്കാം. എന്താണ് ഡെഫിനേഷൻ? സോ ഒരൊറ്റ കാര്യം ആലോചിക്കുക, ഹാലജനുമായിട്ടുള്ള റിയാക്ഷനെയാണ് നമ്മൾ ഹാലോജനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലോറിൻ, ബ്രോമിൻ പോലുള്ള ഹാലജൻ കോമ്പൗണ്ട്സ്, അതായത് ഹാലോജനേഷൻ refers to the reaction of a halogen like chlorine, bromine with an alkane in the presence of UV light. So UV ലൈറ്റിൻ്റെ പ്രസൻസിൽ ഹാലോജനേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ഒന്നെങ്കിൽ UV ലൈറ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഹീറ്റ് ആയിരിക്കാം. അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ UV ലൈറ്റ് ആകാം, ഇല്ലെങ്കിൽ ഹീറ്റ് ആകാം. ഹീറ്റ് ആണെങ്കിൽ 400 ഡിഗ്രി സെൽഷ്യസ് ആണ് നോർമലി പറയുക. റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻ അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈറ്റ്സ്. അപ്പം ഓൾറെഡി ഹാലോജനേഷൻ വഴി ആൽക്കെയിൻസിൻ്റെ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് കിട്ടും? ഹാലോ ആൽക്കീൻസ് നമുക്ക് കിട്ടും. എക്സാമ്പിൾ ക്ലോറിനേഷൻ ഓഫ് മീത്തൈൻ ആണ്, മീത്തൈൻ്റെ ക്ലോറിനേഷൻ. സോ ക്ലോറിൻ എന്ന് പറയുന്നത് ഹാലജൻ കോമ്പൗണ്ട് ആണ് എന്നുള്ളതാണ്. സോ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട് CH4+Cl UV ലൈൻ്റെ പ്രസൻസിൽ, അല്ലെങ്കിൽ 400 ഡിഗ്രി സെൽഷ്യസിൽ CH3Cl+HCl. ഓക്കെ. So when methyl react with chlorine in presence of UV light or heat, methyl chloride and hydrochloride are formed. എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? ഒന്ന് ഹൈഡ്രോക്ലോറൈഡ് ഉണ്ടാവുന്നു, ഒന്ന് മീഥിൽ ക്ലോറൈഡ് ഉണ്ടാവുന്നു. രണ്ട് കാര്യങ്ങൾ ഉണ്ടാവുന്നത്, ഒന്ന് ഹൈഡ്രോക്ലോറൈഡും ഒന്ന് മീഥിൽ ക്ലോറൈഡ് ഉണ്ടാവുന്നുള്ളതാണ്. സോ ഈ റിയാക്ഷന്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്പെസിഫിക് ഹാലോജനേഷൻ റിയാക്ഷന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ UV ലൈറ്റ് വേണം, ഹീറ്റ് വേണം. സോ ഈ ഒരു കണ്ടീഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ റിയാക്ഷൻ നടക്കില്ല എന്നുള്ളത്. ഇനി ഹാലോജനേഷന്റെ മെക്കാനിസം പറയാം. അതിന് ബോണ്ടിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇൻ ആൽക്കെയിൻ ലൈക്ക് മീഥെയിൻ ദ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ആർ ലോ പൊളാരിറ്റി കോവാലന്റ് ബോണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മീഥെയിൻ പോലുള്ള കോമ്പൗണ്ട്സിന്റെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ലോ പൊളാരിറ്റി കോവാലന്റ് ബോണ്ട്സ് ആയിരിക്കും. എന്തായിരിക്കും? ലോ പൊളാരിറ്റി കോവാലന്റ് ബോണ്ട്സ് ആയിരിക്കും. മൂന്ന് ഫ്രീ റാഡിക്കൽസിനെ പറ്റാണ്. എന്താണ് ഫ്രീ റാഡിക്കൽ? അപ്പോൾ ഒരു ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത് ഒരു ആറ്റമോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം ആയിരിക്കും വിത്ത് സിംഗിൾ അൺഷെയർഡ് ഇലക്ട്രോൺ. ഇത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, വിത്ത് സിംഗിൾ അൺഷെയർഡ് ഇലക്ട്രോൺസ് മേക്കിംഗ് ഇറ്റ്സ് ഹൈലി റിയാക്റ്റീവ്. അപ്പോൾ എന്തിനാണ് ഈ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞതിന് ഞാൻ ഫർദർലി പറഞ്ഞു തരാം. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഹാലോജനേഷനിൽ ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസം ആണ് ഉള്ളത്. ഈ ഒരു ഹാലോജനേഷനിൽ, അല്ലെങ്കിൽ ഹാലോജനേഷൻ ഓഫ് ആൽക്കെയിൻസ് എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസം ആണ് ഉള്ളത്. അവിടെ 3 മേജർ സ്റ്റെപ്സ് ആണ് ഉള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ചെയിൻ ഇനിഷ്യേഷൻ സ്റ്റെപ്പ്. ചെയിൻ ഇനിഷ്യേഷൻ ചെയ്യണം. അതായത് ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് UV ലൈറ്റോ അല്ലെങ്കിൽ ഹീറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ UV ലൈറ്റോ അല്ലെങ്കിൽ ഹീറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ബ്രേക്സ് ദ ബോണ്ട് ഇൻ ഹാലജൻ മോളിക്യൂൾ. ഇപ്പോൾ എക്സാമ്പിൾ ക്ലോറിൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ക്ലോറിൻ്റെ ബോണ്ടിന് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ക്രിയേറ്റിംഗ് 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽ. അങ്ങനെ എന്ത് ചെയ്യുന്നു? 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്ത് മാറുവാണ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയിൻ ഇനിഷ്യേഷൻ ആണ്. നമ്മുടെ UV ലൈറ്റോ ഹീറ്റോ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ക്ലോറിൻ 2 ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ 2 ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്നു. സോ അതാണ് നിങ്ങളിവിടെ കാണുന്നത് കേട്ടോ. So each chlorine atom get 1 unshared electron from the bond cleavage become a free radical. So നേരത്തെ പറഞ്ഞതുപോലെ അൺഷെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഞാൻ അത് ഫ്രീ റാഡിക്കൽ എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഇനി ചെയിൻ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പിൽ ഫ്രീ റാഡിക്കൽ എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും. Free radicals generated during initiation participant in a series of reaction to propagate the reaction. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നിന്നു ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യും. എവിടെ? ഇനിഷ്യേഷൻ പാർട്ടിസിപ്പേറ്റ് ഇൻ എ സീരീസ് ഓഫ് റിയാക്ഷൻ. സീരീസ് ഓഫ് റിയാക്ഷൻസിൽ എന്ത് ചെയ്യുന്നു? ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ആവുകയും അങ്ങനെ റിയാക്ഷനിൽ തന്നെ ഫെർദർ സ്റ്റെപ്സുകൾ ഉണ്ടാവുന്നു. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഫസ്റ്റ് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ്. ഫസ്റ്റ് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിൽ എന്ത് നടക്കുന്നു വെച്ചാൽ ക്ലോറിൻ റാഡിക്കൽ മീഥെയിൻ മോളിക്യൂൾ CH4 റിയാക്ട് ചെയ്യുന്നു. ക്ലോറിൻ റാഡിക്കൽ മീഥെയിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുകയും അബ്സ്ട്രാക്ടിങ് എ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഫോമിങ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് മീഥൈൽ റാഡിക്കൽ. അങ്ങനെ എന്ത് ചെയ്യുന്നു? അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡും മീഥൈൽ റാഡിക്കലും ഫോം ചെയ്യുന്നു. അപ്പം ചെയിൻ പ്രൊപ്പഗേഷനിൽ ഞാൻ പറഞ്ഞു, അവിടെ ചെയിൻ പ്രൊപ്പഗേഷനിൽ ഫ്രീ റാഡിക്കൽ ജനറേറ്റ് ആയിട്ട് അവിടെ സീരീസ് ഓഫ് റിയാക്ഷൻസുകൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അവിടെ ഫസ്റ്റ് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിൽ മീഥെയിൻ മോളിക്യൂളും ക്ലോറിൻ്റെ ഫ്രീ റാഡിക്കലും കൂടെ റിയാക്ട് ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ ആറ്റം ഫോം ചെയ്തുകൊണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും മീഥൈൽ റാഡിക്കൽസും ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്.
ഇത്ര ഓക്കെ അല്ലേ? ഇനി ദിസ് ന്യൂലി ഫോം ക്ലോറിൻ റാഡിക്കൽ ക്യാൻ നൗ റിപ്പീറ്റ് ദ പ്രോസസ് ബൈ റിയാക്ടിംഗ് വിത്ത് അനദർ മീഥേൻ മോളിക്യൂൾ. സോ ഇവിടെ ഉണ്ടായ ഫ്രീ റാഡിക്കൽ ക്ലോറിൻ മോളിക്യൂളിന് ഫർദർലി എന്ത് ചെയ്യാം, മീഥേൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്ത് ഈ ഒരു പ്രോസസ്സ് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കാനായിട്ട് പറ്റും. ഈ സൈക്കിൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സൈക്കിൾ കണ്ടിന്യൂസ് ലോങ്ങസ്റ്റ് റിയാക്ടൻസ് അവൈലബിൾ. എത്രത്തോളം റിയാക്ടൻസ് അവൈലബിൾ ഉണ്ടോ അത്രത്തോളം അവൈലബിൾ ആവുകയും ആൻഡ് റിയാക്ഷൻ ടു പ്രൊപ്പഗേറ്റ്. സോ ഓക്കെ അല്ലേ? സോ ഞാൻ അതെന്താ പറഞ്ഞത്, നമുക്ക് യു വി ലൈറ്റ് വരുമ്പം ബ്രേക്ക് ചെയ്തു, ബോണ്ട് ബ്രേക്ക് ചെയ്ത് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നു. അത്ര മനസ്സിലായല്ലോ? ഇനി ഈ ഫ്രീ റാഡിക്കൽസ് എന്ത് ചെയ്യുന്നു, മീഥേൻ മോളിക്യൂൾസുമായിട്ട് എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്തതിന് ശേഷം ഹൈഡ്രോക്ലോറിക് ആസിഡും ആൻഡ് മീഥൽ റാഡിക്കൽസും ഫോം ചെയ്യുന്ന എക്സാമ്പിൾ CH3 ആണ്. സോ പിന്നെ ഫർദർലി വീണ്ടും വീണ്ടും ഈ റാഡിക്കൽസ് ഇനിയുള്ള റിയാക്ടൻസുമായിട്ട് റിയാക്ട് ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയാണ് ചെയിൻ ടെർമിനേഷൻ സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പ് ഇവൻച്വലി എൻഡ് ആവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൻഡ് ആവുക ലാസ്റ്റ് സ്റ്റെപ്പാണ്. വെൻ ഫ്രീ റാഡിക്കൽ കമ്പൈൻ ടു ഫോം സ്റ്റേബിൾ മോളിക്യൂൾ സ്റ്റോപ്പിംഗ് ദ റിയാക്ഷൻ, സം പോസിബിൾ ടെർമിനേഷൻ സ്റ്റെപ്പ് ഇൻക്ലൂഡ്സ് കോമ്പിനേഷൻ ഓഫ് 2 ക്ലോറിൻ റാഡിക്കൽ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ റിയാക്ഷൻ ഇവൻച്വലി സ്റ്റോപ്പ് ആവുമല്ലോ, അല്ലെങ്കിൽ എൻഡ് ആകുമല്ലോ. അത് കഴിയുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു മോളിക്യൂൾസ് തമ്മിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുന്ന ഇവൻച്വലി സ്റ്റോപ്പ് ആവും. അത് കഴിയുമ്പം എന്ത് സംഭവിക്കും? അത് കഴിയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് 2 ക്ലോറിൻ റാഡിക്കൽ. ഫസ്റ്റ് കാര്യം, ഈ അവിടെ ഉണ്ടായ ഫ്രീ റാഡിക്കൽസ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഫ്രീ റാഡിക്കൽസ് വീണ്ടും എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു. കാര്യം ഫർദർലി അവിടെ നമ്മുടെ റിയാക്ടൻസുമായിട്ട് റിയാക്ഷൻ തീർന്നു, പിന്നെ ഫർദർലി ഉള്ള റാഡിക്കൽസ് ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ Cl2 ആയിട്ട് മാറുന്നു. ഈ 2 ക്ലോറിൻ റാഡിക്കൽ കമ്പൈൻ ടു ഫോം എ സ്റ്റേബിൾ ക്ലോറിൻ മോളിക്യൂൾ കമ്പൈൻ ഓഫ് ക്ലോറിൻ റാഡിക്കൽ ആൻഡ് മീഥൽ റാഡിക്കൽ. സോ പിന്നെ ഫർദർലി എന്ത് ചെയ്യുന്നു, അവിടെ സ്റ്റേബിളായിട്ട് ക്ലോറിൻ മോളിക്യൂൾ ഇരിക്കുകയും പിന്നെ എന്ത് ചെയ്യുന്നു, അവിടെ ക്ലോറിൻ റാഡിക്കലും മീഥൽ റാഡിക്കലുമായിട്ട് കമ്പൈൻ ആയിരിക്കുന്നത്. ഇവിടെ പോലെ ഇവിടെ നമുക്ക് ഓൾറെഡി Cl ഉണ്ട്, CH3 ഉണ്ട്, വീണ്ടും എന്ത് ചെയ്യുന്നു, റാഡിക്കലും ആൻഡ് മീഥൽ റാഡിക്കലുമായിട്ട് മാറി നിൽക്കുന്നു. എ ക്ലോറിൻ റാഡിക്കൽ ആൻഡ് മീഥൽ റാഡിക്കൽ കമ്പൈൻ ടു ഫോം ക്ലോറോമീഥേൻ. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു മീഥൽ റാഡിക്കലും എന്ത് ചെയ്യുന്നു, ക്ലോറിൻ റാഡിക്കലും കമ്പൈൻ ചെയ്തിട്ട് ക്ലോറോമീഥേൻ ആയിട്ട് മാറുന്നു. അതായത് 2 മീഥൽ റാഡിക്കൽസ് ഫോം ചെയ്യുന്നു, കോമ്പിനേഷൻ ഓഫ് 2 മീഥൽ റാഡിക്കൽസ്. സോ നെക്സ്റ്റ് 2 മീഥൽ റാഡിക്കൽ കമ്പൈൻ ടു ഫോം ഈഥെയിൻ, അങ്ങനെ ഈഥെയിൻ ഫോം ചെയ്യുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം, ചെയിൻ ടെർമിനേഷൻ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രീ റാഡിക്കൽസ് കമ്പൈൻ ചെയ്ത് സ്റ്റേബിൾ മോളിക്യൂളായിട്ട് മാറുന്നു. ഇവൻച്വലി എല്ലാം സ്റ്റോപ്പ് ആവുന്ന ലാസ്റ്റ് സ്റ്റെപ്പിൽ അവിടെ 2 ക്ലോറിൻ ആയിട്ട് Cl2 ആയിട്ട് മാറുന്നു. അതിനുശേഷം ഈ നമ്മുടെ ക്ലോറിൻ റാഡിക്കലും മീഥൽ റാഡിക്കലും കൂടെ കമ്പൈൻ ചെയ്തതിന് ശേഷം 2 മീഥൽ റാഡിക്കൽ ഫോം ചെയ്യുന്നു. അതിനുശേഷം ഈ 2 മീഥൽ റാഡിക്കൽ കമ്പൈൻ ചെയ്ത് ഈഥെയിൻ ആക്കുന്നു. ഓക്കെ അല്ലേ? മനസ്സിലായി? ആ ഒരു സ്റ്റെപ്പ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കുക, അല്ലെങ്കിൽ ഇത് പഠിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമല്ല ഏതാച്ചാൽ പഠിക്കുക. സോ നെക്സ്റ്റ് വൺ ഈസ് നൈട്രേഷൻ ഓഫ് ആൽക്കെയിൻ. ആൽക്കെയിൻ്റെ നൈട്രേഷൻ എന്താണ്? സോ നൈട്രേഷൻ റെഫേഴ്സ് to the substitution of hydrogen atom in an alkane with a nitro group. So nitro group in a substitution ആണ് എന്ത്, nitration. This process form a nitro alkane as the product. കിട്ടുന്ന product എന്തായിരിക്കും? നൈട്രോ ആൽക്കെയിൻസ് ആയിരിക്കും. The nitration of alkane occurs when alkane react with nitric acid in vapor phase. So basically alkanesും HNO3 nitric acid vapor phaseൽ റിയാക്ട് ചെയ്യുന്നു. ടിപ്പിക്കലി ഹൈ ടെമ്പറേച്ചർ എത്രയായിരിക്കും? 400 to 500 ഡിഗ്രി സെൽഷ്യസിൽ റിയാക്ട് ചെയ്യുകയും അങ്ങനെ നൈട്രോ ആൽക്കെയിൻസ് ഫോം ചെയ്യും. മനസ്സിലായല്ലോ? നൈട്രിക് ആസിഡ് വേപ്പർ ഫേസിൽ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നൈട്രോ ആൽക്കെയിൻസ് ഫോം ചെയ്യുന്നു. ഇതാ നമ്മുടെ ജനറൽ ഫോമുല കൊടുത്തിട്ടുണ്ട്. ആൽക്കെയിൻ HNO3 അറ്റ് ഹയർ ടെമ്പറേച്ചർ, നൈട്രോ ആൽക്കെയിനും വാട്ടറും ഫോം ചെയ്യുന്നു. മീഥേൻ റിയാക്ട് വിത്ത് നൈട്രിക് ആസിഡ് ടു ഫോം നൈട്രോ മീഥേൻ ആൻഡ് വാട്ടർ. മീഥേൻ റിയാക്ട് ചെയ്യുന്ന എന്തുമായിട്ട്? നൈട്രിക് ആസിഡുമായിട്ട്. അപ്പോൾ എന്തുണ്ടാവുന്നു? നൈട്രോ മീഥേൻ ആൻഡ് വാട്ടർ ഫോം ചെയ്യുന്നു. റിയാക്ഷന് കണ്ടീഷൻ ഉണ്ട്. ഇവിടെ വേപ്പർ ഫേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ റിയാക്ടിൻ്റെ ഗ്യാസ് ഫേസ് ആയിരിക്കണം. 2 ഹൈ ടെമ്പറേച്ചർ വളരെ നിർബന്ധമാണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നൈട്രോ ആൽക്കെയിൻസ് ആയിരിക്കും. ദ നൈട്രോ ഗ്രൂപ്പ് റിപ്ലേസ് വൺ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം ടു ആൽക്കെയിൻ, നമുക്കറിയാം. സോ ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ എക്സ്പ്ലോസീവ്, സോൾവെൻറ്റ്സ്, ഓർഗാനിക് സിന്തസിസിനൊക്കെ വേണ്ടി നമ്മൾ ഈ ഒരു നൈട്രേഷൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹൈഡ്രജൻ ആറ്റം ഇൻ എൻ ആൽക്കീൻ വിത്ത് എ നൈട്രോ ഗ്രൂപ്പ്. ആ ഒരു കാര്യം മാത്രം ആലോചിക്കുക. 400 to 500 ഡിഗ്രി സെൽഷ്യസ് ഓഫ് ടെമ്പറേച്ചർ ആണെന്നും മനസ്സിലാക്കി വെക്കുക. ഇത്രയും മാത്രമേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഗ്യാസ് ഫേസിലായിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് സൾഫനേഷൻ ആണ്. സോ ബേസിക്കലി ഞാൻ കൂടുതൽ പറയുന്നില്ല. സൾഫനേഷൻ എന്താണ്? ഹൈഡ്രജൻ ആറ്റം ഇൻ എൻ ആൽക്കിൻ വിത്ത് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്. സോ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോമിങ് ആൽക്കെയിൻ സൾഫോണിക് ആസിഡ്. അങ്ങനെ എന്തുണ്ടാവുന്നു? ആൽക്കെയിൻ സൾഫോണിക് ആസിഡ്. സോ നൈട്രേഷനൊക്കെ പഠിക്കുന്നവർക്ക് സിമ്പിളാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ളൊരു പോർഷനാണ്. സോ റിയാക്ഷൻ പറയുവാണെങ്കിൽ സൾഫനേഷൻ ഓഫ് ആൽക്കിൻ ഇൻവോൾവ് ദ റിയാക്ഷൻ ഓഫ് ആൽക്കിൻ വിത്ത് ഒലിയം
to yield alkane sulfonic acid. So basically alkane oleum എന്താണ്? A mixture of fumic sulfuric acid, H2SO4 and sulfur trioxide and SO3. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാണുള്ളത്? മിക്സ്ചർ ഓഫ് ഫ്യൂമിക് ആസിഡ്, സോ H2SO4 ആൻഡ് സൾഫർ ട്രയോക്സൈഡ് SO3യുമാണ് എന്താണ് കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഒലിയം എന്ന് പറയുക. ഓക്കെ, സോ റിയാക്ഷൻ കണ്ടീഷൻ ഉണ്ട്. ഹൈ ടെമ്പറേച്ചർ ഇവിടെയും അത്യാവശ്യം തന്നെയാണ്. സൾഫണേഷൻ ഡു നോട്ട് ഒക്കേഴ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ ഒരു കാരണവശാലും ഈ റിയാക്ഷൻ നടക്കില്ല. ഹയർ ആൽക്കെയിൻ സ്റ്റാർട്ട് ഫ്രം ഹെക്സീൻ ആൻഡ് എബോവ്. സോ ഹയർ ആൽക്കെയിൻസ് എന്ത് ചെയ്യുന്നു? ഹെക്സീൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കെൻ അണ്ടർഗോ സൾഫണേഷൻ. സോ സ്റ്റാർട്ടിങ് ഫ്രം ഹെക്സൈൻസിന് എന്ത് ചെയ്യാം? സൾഫണേഷൻ പോകാൻ പറ്റും. ലോവർ ആൽക്കെയിൻ ലൈക്ക് മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ ഒക്കെ എന്ത് ചെയ്യുന്നു? അപ് ടു പെൻറ്റെയിൻ ഡു നോട്ട് ഈസിലി അണ്ടർഗോ സൾഫണേഷൻ. സോ നമ്മുടെ മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടൻ പോലെ ലോവർ ആൽക്കെയിൻസ് പെട്ടെന്ന് സൾഫണേഷൻ കിട്ടില്ല. പക്ഷേ ഹയർ ആൽക്കെയിൻസ് ആയിട്ടുള്ള ഹെക്സീൻസിന് ശേഷം വരുന്ന എല്ലാം എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് സൾഫണേഷനിലേക്ക് കടന്നു പോകാറുണ്ട്. സോ ഒലിയം അസൻ റിയാക്ട്, ഒലിയം എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് ഫ്യൂമിക് സൾഫ്യൂരിക് ആസിഡ് H2SO4 ആൻഡ് സൾഫ്യൂരിക് ട്രയോക്സൈഡ് SO3 ആണ്. സോ ഒലിയം ഈസ് ദ ആക്റ്റീവ് റീജൻ ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് SO3H ഗ്രൂപ്പ് ഇൻ ടു ആൽക്കെയിൻ. സോ ഈ SO3H ഗ്രൂപ്പ്, അതായത് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പിനെ ആൽക്കീനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഒലിയം. സോ റിയാക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ആൽക്കെയിൻ ഒലിയം, heat, alkane sulfonic acid plus water. So hexane react with oleum to form hexene sulfonic acid and water. So this basic general reaction ആണ്. മറന്നു പോകരുത്. സൾഫോണിക് ആസിഡ് ഗ്രൂപ്പിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ. സോ റിയാക്ഷൻ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ പറഞ്ഞ സെയിം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. പ്രൊഡക്റ്റ് സൾഫോണിക് ആസിഡ് ആണ്. സോ ആപ്ലിക്കേഷൻ ഡിറ്റർജൻ്റ് ആയിട്ട് ഓർഗാനിക് സിന്തസിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് അരോമറ്റൈസേഷൻ. എന്താണ് അരോമറ്റൈസേഷൻ? സോ അരോമറ്റൈസേഷൻ ഈസ് എ കെമിക്കൽ പ്രോസസ് വെയർ ആൽക്കൻ കണ്ടെയ്ൻസ് 6 or more carbon atom are converted into aromatic compound. ആൽക്കീനിലുള്ള 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന കാർബൺ ആറ്റംസ് കൺവേർട്ട് ആവുന്നു എന്തിലേക്ക്? ഇൻറ്റു അറോമാറ്റിക് കോമ്പൗണ്ട്. ദിസ് ട്രാൻസ്ഫോർമേഷൻ ഒക്കേഴ്സ് വെൻ ദ ആൽക്കീൻസ് ആർ ഹീറ്റ് അണ്ടർ പ്രഷർ ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ വേണം? നമുക്ക് ഹീറ്റ് വേണം, അതുമാത്രമല്ല ഒരു കാറ്റലിസ്റ്റിൻ്റെ ആവശ്യം ഉണ്ട്. പ്രഷറും വേണം, ഹീറ്റ് അണ്ടർ പ്രഷർ ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. ഓക്കെ, ഹീറ്റ് വേണം, പ്രഷറും വേണം. ഓക്കെ, ദ റിയാക്ഷൻ ഇൻവോൾവ് ദ സൈക്ലൈസേഷൻ ആൻഡ് ഡീഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻ. അപ്പോൾ എന്താണ്? ഡീഹൈഡ്രോജനേഷൻ നടക്കാം, സൈക്ലൈസേഷൻ നടക്കാം, റിസൾട്ടിങ് ഇൻ ദ ഫോമിംഗ് ഓഫ് എൻ അറോമാറ്റിക് കോമ്പൗണ്ട്. അപ്പം നിങ്ങളോട് ചോദിക്കുവാണ് അറോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ടാവാൻ എന്താണ് ക്രൈറ്റീരിയ? സോ നിങ്ങൾക്ക് ധൈര്യമായി പറയാം എന്തൊക്കെ ഉണ്ടാകാം. സൈക്ലൈസേഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേഷൻ ആവശ്യമാണ്, അതുമാത്രമല്ല പ്രഷർ അത്യാവശ്യമാണ്, ഹീറ്റ് ആവശ്യമാണ്, കാറ്റലിസ്റ്റ് ആവശ്യമാണ്, 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാർബൺ ആറ്റം അറോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് കൺവേർട്ട് ആവുന്ന ഒരു കെമിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? അരോമറ്റൈസേഷൻ എന്ന് ധൈര്യമായി പറയാം. സോ കീ പോയിന്റ്സിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആൽക്കീൻസിൽ 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാർബൺ ആറ്റം. കണ്ടീഷൻ ഹൈ ടെമ്പറേച്ചർ പ്രഷർ വിത്ത് കാറ്റലിസ്റ്റ് ആണ്. പ്രോസസ് സൈക്ലൈസേഷൻ ആൻഡ് ഡീഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻസ് ആണ്. പ്രൊഡക്റ്റ് അറോമാറ്റിക് കോമ്പൗണ്ട് ലൈക്ക് ബെൻസീൻ, ടൊളുവീൻസ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. സോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഹെക്സീൻ അണ്ടർഗോ അറോമറ്റൈസേഷൻ, ഇറ്റ് ക്യാൻ ഫോം ബെൻസീൻ. കണ്ടോ, നമ്മുടെ ഹെക്സീൻസ് അറോമറ്റൈസേഷൻ നടന്നിട്ട് ബെൻസീനായിട്ട് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കാണുന്നൊരു പോർഷനാണ് sp3 ഹൈബ്രിഡൈസേഷൻ ഇൻ ആൽക്കീൻസ്. സോ ഇൻ ആൽക്കീൻ ദ കാർബൺ ആറ്റം അണ്ടർഗോ sp3 ഹൈബ്രിഡൈസേഷൻ. ആൽക്കീൻസിൽ എന്ത് ചെയ്യുന്നു? sp3 ഹൈബ്രിഡൈസേഷനിൽ കാർബൺ ആറ്റം ചെയ്യാറുണ്ട്, വിച്ച് അലോ ദം ടു ഫോം സ്റ്റേബിൾ ബോണ്ട് ഇൻ എ ടെട്രാഹീഡ്രൽ ജിയോമെട്രി. സോ ബേസിക്കലി നമ്മുടെ sp3 ഹൈബ്രിഡൈസേഷൻ കാർബൺ ആറ്റംസിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ സ്റ്റേബിൾ ബോണ്ട് ഫോം ആവുകയും എവിടെ? ഇൻ ടെട്രാഹൈഡ്രൽ ജിയോമെട്രി. സോ കീ പോയിന്റ്സ് ഓഫ് sp3 ഹൈബ്രിഡൈസേഷൻ പറയുവാണെങ്കിൽ ഫോമിംഗ് ഓഫ് sp3 ഓർബിറ്റൽ. ആദ്യം sp3 ഓർബിറ്റൽസ് ഫോം ചെയ്യണം. 1s ഓർബിറ്റൽ ആൻഡ് 3p ഓർബിറ്റൽ കമ്പൈൻ ടു ഫോം 4 equivalent sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ. സോ എന്ത് ചെയ്യുന്നു? ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റൽ, px, py, pz. സോ എന്തൊക്കെയാണ്? ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും കൂടെ കമ്പൈൻ ചെയ്ത് 4 equivalent sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഈച്ച് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ കണ്ടെയ്ൻ 25% s ഓർബിറ്റൽ ക്യാരക്ടർ ആൻഡ് 75% p ഓർബിറ്റൽ ക്യാരക്ടർ. കണ്ടോ, ഇവിടെ നമുക്ക് ഉണ്ടാവുന്ന sp3 ഹൈബ്രിഡൈസേഷനിലെ 25% എസ് ഓർബിറ്റലിൻ്റെ ക്യാരക്ടറും 75% പി ഓർബിറ്റലിൻ്റെ ക്യാരക്ടറുമായിരിക്കും കാണിക്കൊണ്ടായിരിക്കുക. ബോണ്ട് ആംഗിൾ പറയുവാണെങ്കിൽ
ടു sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഈസ് 109.5 ഡിഗ്രി ആയിരിക്കും, ലീഡിങ് ടു ടെട്രാഹെഡ്രൽ ഷേപ്പ്. ഈ ഒരു 109.5 ആയതുകൊണ്ടാണ് ടെട്രാഹെഡ്രൽ ഷേപ്പ് നമുക്ക് കിട്ടുന്നത്. എക്സാമ്പിൾ മീത്തൈൻ ആണ്. ഇനി മീത്തൈൻ പറയുവാണെങ്കിൽ സെൻട്രൽ കാർബൺ ആറ്റം അണ്ടർഗോ sp3 ഹൈബ്രിഡൈസേഷൻ. ദ 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഓഫ് കാർബൺ ഫോം 4 സിഗ്മ ബോണ്ട് വിത്ത് 4 ഹൈഡ്രജൻ ആറ്റം. സോ ഈ ഒരു sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ ആയതുകൊണ്ട് തന്നെ കാർബണിൽ 4 സിഗ്മ ബോണ്ട് വിത്ത് 4 ഹൈഡ്രജൻ ആറ്റം വരികയും അങ്ങനെ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ വരുന്നു. ഇത്രയും മാത്രം ആലോചിക്കുക. sp3 ഹൈബ്രിഡേഷൻ ആവണമെങ്കിൽ സ്റ്റേബിൾ ബോണ്ട് ഉണ്ടാവും, ഇവിടെ ടെട്രാഹെഡ്രൽ ജോമെട്രി കാണും എന്നുള്ളത് കാര്യം ആലോചിക്കുക. അത് 109 ആണ്. സോ 25% എസ് ആയിരിക്കും, പി ആണെങ്കിൽ 75% ആയിരിക്കും. ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചോളാം. സോ ഈച്ച് കാർബൺ ആറ്റം ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. കാർബൺ ഹൈഡ്രജൻ bond are formed by interaction between sp3 orbital of carbon and the 1s orbital of hydrogen. ഞാൻ പറയണ്ടല്ലോ കാർബണും ഹൈഡ്രജനും. The carbon-carbon bond is formed by overlap on sp3 orbital from each carbon atom. കാർബൺ ബോണ്ട് ഫോം ചെയ്യുന്നതിൽ നിന്ന് ഓവർലാപ്പിംഗ് ആണ്. എവിടെ 1 sp3 ഓർബിറ്റിലുള്ള ഓവർലാപ്പിംഗ് ആണ്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം. സോ ഇതിൻ്റെ പിക്ചേഴ്സ് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും. സോ നെക്സ്റ്റ് കോമ്പൗണ്ട് ഈസ് പാരഫിൻ. സോ ഇത് പഠിക്കാം കേട്ടോ, നമുക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം, എങ്ങനെ വേണമെങ്കിലും വരാം. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ മിക്കവാറും ചോദിക്കുന്നതൊക്കെയാണ്. പിന്നെ അല്ല തിയറി പോർഷൻസിലാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ നെക്സ്റ്റ് വൺ ഈസ് പാരഫിൻ. സോ പാരഫിൻ അറിയാലോ, പാരഫിൻ ഒരു സാച്ചുറേറ്റ് ഹൈഡ്രോ കാർബൺ ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു എന്താണ് ലോ അഫിനിറ്റി എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചു അല്ലേ, ലിറ്റിൽ അഫിനിറ്റി അല്ലേ. സോ ബേസിക്കലി സിംഗിൾ ബോണ്ട് കാർബൺ ആറ്റം ആണ്. സോ പാരഫിൻ ഡിറൈവ് ചെയ്ത് ലാറ്റിൻ ടേമിൽ നിന്നാണ്. സോ ബേസിക്കലി ലോ റിയാക്റ്റീവ് ടുവാർഡ് റിയേജൻ. സോ പാരഫിൻ ഓർ കോൾഡ് ആൽക്കെയിൻസ് ആണ്. ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ പാരഫിൻ കെറോസിനായിട്ട് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടി പാരഫിൻ പണ്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ബോയിലിംഗ് റേഞ്ച് 302 to 527 ഫാരൻഹീറ്റ് ആണ് പറയുന്നത്. സോ ലൂബ്രിക്കൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സ്പിന്നിങ്, വീവിങ്, മെഷിങ്ങിലൊക്കെ നമ്മൾ ഒരുപാട് രീതിയിൽ ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബേസിക്കലി ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇത്രയും മാത്രമേ ഉള്ളൂ. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ഈ ഒരു ഫസ്റ്റ് പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും വരാം. സോ നന്നായിട്ട് ആ ക്ലാസ് കേൾക്കുക. നെക്സ്റ്റ് വേണം. താങ്ക് യു.